ക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹ ജ്ഞാനയജ്ഞവും തിരുവുത്സവ ആഘോഷവും 2026 ഏപ്രിൽ മാസം 23-ാം തീയതി മുതൽ മെയ് മാസം 1-ാം തീയതി വരെയാണ് കൊണ്ടാടുന്നത്. ഇത് ഏപ്രിൽ 23-ാം തീയതി സപ്താഹ യജ്ഞം ആരംഭിക്കും. ഏപ്രിൽ 29-ന് തൃക്കൊടിയേറ്റ് 29, 30, 1 എന്ന രീതിയിലാണ് തിരുവുത്സവം ആഘോഷിക്കുന്നത്. നമ്മുടെ ആഘോഷ പരിപാടികളിൽ കടവൂർ ശ്രീഭദ്രകാളി ക്ഷേത്രാങ്കണത്തിൽ നിന്നും മഹാഘോഷയാത്രയായി വൈകിട്ട് 6 മണിക്ക് ക്ഷേത്രത്തിലെത്തിച്ച് 6 മണിയോട് ക്ഷേത്രത്തിലെത്തിച്ച് അതിനുശേഷം ദീപാരാധന, അതിനുശേഷം കാഞ്ഞിരപ്പള്ളി അമലയുടെ ഗാനമേള, അതുപോലെ തന്നെ വടക്കുംപുറത്ത് ഗുരുതി, ഇതൊക്കെയാണ് നമ്മുടെ ക്ഷേത്രത്തിലെ ഉത്സവാഘോഷങ്ങളുടെ ഏകദേശമുള്ളത്. ഞായറാഴ്ച കൃഷ്ണാവതാര ദിവസമാണ്. അതുപോലെ തന്നെ മുന്നിയോട്ട് ഒക്കെയാണ് യജ്ഞത്തിലുള്ളത്. എൻ്റെ പേര് ഷാജൻ. ഞാൻ കന്നാരത്തൊട്ടി ശ്രീ ഭദ്രകാളി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ സെക്രട്ടറിയാണ്. എൻ്റെ ബിനീഷ്. ഞാൻ കന്നാരത്തൊട്ടി ശ്രീ ഭദ്രകാളി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൻ്റെ പ്രസിഡന്റാണ്. അതുപോലെ ഈ സപ്താഹയജ്ഞത്തിലേക്കും ഈ വരുന്ന ഏപ്രിൽ 29-ാം തീയതി ഗണപതി കോവിലിൻ്റെ പ്രതിഷ്ഠയും അതോടനുബന്ധിച്ച് നമ്മുടെ വൈകുന്നേരം ക്ഷേത്രത്തിലെ കൊടിയേറ്റുണ്ട്. അതുപോലെ 1-ാം തീയതിയിലെ മഹാഘോഷയാത്ര നമ്മുടെ കടവൂർ ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൽ നിന്നും നമ്മുടെ കന്നാരത്തൊട്ടി ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരും. വൈകിട്ട് 7 മണിയോടുകൂടി ഈ ഘോഷയാത്രയിലും തുടർന്നുള്ള കാഞ്ഞിരപ്പള്ളി അമ്മയുടെ ഗാനമേളയിലും തുടർന്നുള്ള എല്ലാ കാര്യങ്ങളും നാട്ടിലെ മുഴുവൻ ഭക്തജനങ്ങളുടെയും അകമ്പഴ സഹായങ്ങൾ സഹകരണം പ്രതീക്ഷിക്കുന്നു. കണ്ടു ഞാൻ കണ്ണനെ കായാമ്പൂവർണ്ണനെ ഗുരുവായൂരമ്പല നടയിൽ. കണ്ടു ഞാൻ കണ്ണനെ കായാമ്പൂവർണ്ണനെ ഗുരുവായൂരമ്പല നടയിൽ. രാജീവലോചനൻ എന്റെ കണ്ണൻ. കണ്ടു ഞാൻ കണ്ണനെ കായാമ്പൂവർണ്ണനെ ഗുരുവായൂരമ്പല നടയിൽ. ആദ്യത്തെ കുട്ടിക്ക് ജന്മം നൽകി കഴിഞ്ഞപ്പോൾ അതിനെ നിർബന്ധമായിട്ടും കംസന് കൊണ്ട് കൊടുത്തേ പറ്റി. കംസന് നിർബന്ധമല്ല. ആണുങ്ങൾ വാക്ക് പറഞ്ഞാൽ അതിന് വാക്ക് വില വേണം. സ്ത്രീകൾ വാക്ക് പറഞ്ഞാൽ അത് പാലിക്കണം. അല്ലാതെ ആണുങ്ങൾ മാത്രം വാക്ക് കഴിച്ചപ്പോൾ ഏതൊരു അമ്മയാണ് തന്റെ കടിഞ്ഞൂൽ പുത്രനെ കൊല്ലും എന്നറിഞ്ഞിട്ട് കൊടുക്കാൻ തയ്യാറാകുന്ന ഒരമ്മയെന്ന് കൈകൊടുക്കുകയും സ്വന്തം മകനെ ഗർഭം ധരിച്ച് അത്രയും കാലം കൊണ്ടു നടന്ന് ആ ഗർഭകാലത്തെ യാതനകളിലൂടെ അനുഭവിച്ച് ആ കുട്ടിയെ പ്രസവിക്കുന്നു. ഏതെങ്കിലും ഒരമ്മ കൊല്ലാൻ കൊടുത്തു. പക്ഷെ തന്റെ ഭർത്താവാണ് വാക്ക് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഇവൾക്കുണ്ടാവുന്ന എല്ലാ കുട്ടികളെയും ഞാൻ നിനക്ക് കൊണ്ടെത്തണം. അതുകൊണ്ട് ആദ്യത്തെ കുട്ടിയുണ്ടായി. കുട്ടിയെയും കൊണ്ട് പോകാൻ മനസ്സ് വെച്ചു. ദേവകി കണ്ണുകൾ അടച്ചുകൊണ്ടാണ് കുട്ടിയെ എടുത്ത് കഴിക്കുന്നത്. കടിഞ്ഞു ഒന്ന് പാല് കൊടുക്കാൻ, ഒന്ന് കൊഞ്ചിക്കാൻ, നെഞ്ചോട് ചേർത്ത് വെച്ചൊന്ന് ഉറങ്ങാൻ, ഒരു ഉമ്മ കൊടുക്കാൻ, ഒന്ന് കുളിപ്പിക്കാൻ, അതിനൊന്നും നിവർത്തിയില്ല. ഭർത്താവിന്റെ വാക്കിന് വില വേണം. അതുകൊണ്ട് കുട്ടിയെ ഭർത്താവിനെ കൊടുത്തു. ഒരച്ഛനെ സംബന്ധിച്ചിടത്തോളം ആ കുഞ്ഞിനെ വളർത്തണമെന്നുള്ള മോഹമൊക്കെ ഉണ്ടെങ്കിലും വാക്ക് പറഞ്ഞതുകൊണ്ട് കുട്ടിയെ കൊടുത്തേ പറ്റൂ എന്നുള്ളത് കൊണ്ടാണ് കുട്ടിയെ വാങ്ങി മാറോടി ചേർത്തു. ആ മുഖത്തേക്ക് ഒന്നോടെ നോക്കിയില്ല, നോക്കിയാൽ കൊടുക്കാതിരിക്കും. അതുകൊണ്ട് മുഖത്ത് നോക്കാതെ ആ മാറത്തിൽ ചേർത്തുകൊണ്ട് അടുത്ത് കിടന്ന ആ കുതിരവണ്ടിയിൽ കയറി. കുതിരവണ്ടി വളരെ പറഞ്ഞ് അത്രയും നേരവും എന്നെ നെഞ്ചോടി ചേർന്ന് എൻ്റെ ആ ചോര കുഞ്ഞ് ഒന്ന് ഉറങ്ങട്ടെ, ഒന്ന് കിടക്കട്ടെ എന്ന് വിചാരിച്ച് തോളിൽ കിടത്തിക്കൊണ്ട് വസുദേവർ മധുരാധിപന്റെ സമീപത്തേക്ക് പോയി.
മധുര പട്ടണത്തിലെത്തി ഗോപുരങ്ങളുടെ അകത്ത് ചെന്ന് രഥം നിർത്തി കൊട്ടാരത്തിന്റെ അങ്കണത്തിൽ നിർത്തി കൊട്ടാരത്തിനുള്ളിലേക്ക് കയറി ചെല്ലുകയാണ് വസുദേവൻ കുട്ടിയെയും കംസനും സിംഹാസനത്തിലിരിക്കുന്നു. സിംഹാസനത്തിലിരിക്കുമ്പോൾ നോക്കിയപ്പോൾ വസുദേവൻ കുട്ടിയുമായി വന്നതേ കുട്ടിയെ കയ്യിൽ കൊടുത്തു. കംസൻ എന്തിനാണ് കുട്ടിയെ എന്ത് ചെയ്യാൻ സാധ്യതയുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി. പാലെ പിടിച്ച് തുണി അതിനുള്ള ഒറ്റ അടിയില്ലേ. അങ്ങനെയാണ് നമ്മൾ ഇന്ന് വരെ പഠിച്ചു വെച്ചിരിക്കുന്നതെങ്കിൽ അതങ്ങനെ വായിച്ചു അത് ഡിലീറ്റ് ചെയ്യണം. കംസൻ ആ കുട്ടിയെ ഒന്ന് നോക്കിയിട്ട് കംസൻ വസുദേവന്റെ കയ്യിലേക്ക് തിരിച്ചു കൊടുത്തു. കുട്ടിയെ കൊന്നില്ല. കുട്ടിയെ തിരിച്ചു കിട്ടിയ സന്തോഷത്തിന് കൂടുതൽ വർത്തമാനമൊന്നും അനിയനോട് പറയാൻ നിന്നില്ല. കുട്ടിയുമായി തിരിച്ചു വേഗം ദേവകിയുടെ കയ്യിൽ കൊടുക്കാൻ കൂടുവാണ്. എന്തിനാണ്? ദേവകിയുടെ മനോവിഷമം മാറ്റാൻ വേണ്ടിയിട്ടാണ്. ദേവകി ഇപ്പോ ആ കുട്ടിയെ കൊടുത്തു വിട്ടതിന്റെ മനോവിഷമത്തിൽ കിടക്കുക. ഓടിച്ചു വസുദേവന്റെ കൊട്ടാരത്തിന്റെ മുമ്പിലെത്തിയപ്പോൾ വസുദേവൻ അവിടെ വിളിച്ചു, ദേവകി. ഈ ശബ്ദം അകത്ത് കേൾക്കാം. പക്ഷേ ദേവകി തിരിഞ്ഞു നോക്കുകയൊന്നും ചെയ്തില്ല, കിടക്കാണ്. കാരണം എന്താണ്? ഈ മോശമായ വാർത്ത കേൾക്കാൻ പറ്റി. ആ കുഞ്ഞിനെ കംസനടിച്ചു കൊന്നു എന്നുള്ള വാർത്ത കേൾക്കാൻ കഴിയില്ലാത്തത്. എല്ലാ കുട്ടിയെയും എന്നിട്ട് പറഞ്ഞു, ദേവകി നമ്മുടെ കുട്ടി അപ്പൊ അല്ല നമ്മുടെ കുട്ടിയെ കൊണ്ടുവന്നിരിക്കുന്നു. എല്ലാം കൊണ്ടുപോയ നമ്മുടെ കുട്ടിയെ തിരിച്ചു കിട്ടിയാൽ ഉണ്ടാകുന്ന ഒരു അമ്മയുടെ ആനന്ദം പ്രസവിച്ച് കിടക്കാണെന്ന് പോലും ഓർത്തില്ല. കാര്യം എഴുന്നേറ്റ് കുട്ടിയാണ് വാങ്ങി. ചെറിയ നിമിഷം കൊണ്ടാണ് മെമ്മറി ഗ്ലാൻസ് അത് പാലായി ചുരന്ന് അമ്മിഞ്ഞകൾ ചുരന്നു. കുട്ടിയോടുള്ള വാത്സല്യം കൊണ്ട് ആദ്യം തന്നെ പാല് കൊടുത്തു. 1000 കൊടുത്തു. എന്തൊക്കെയാണോ ചെയ്യേണ്ടത് സ്നേഹം കൊണ്ട് അതെല്ലാം ചെയ്ത് ആ കുട്ടികളെ വളരാൻ തുടങ്ങി. നാമകരണത്തിന്റെ സമയം കുട്ടിക്ക് പേരിടുകയാണ്. കൊന്നു എന്ന് നിങ്ങൾ ഇതുവരെ പഠിച്ചു വെച്ചിരുന്ന ആ കുട്ടിയെ കൊണ്ടുവന്നത് അതിന് പേരിടുകയാണ്. ദേവകിയുടെയും വസുദേവന്റെയും ആദ്യത്തെ കുട്ടിക്ക് പേരിട്ടിരിക്കുന്നത് അതാണ് കീർത്തിമാൻ എന്ന പേര്. ഇനിയും വളച്ചൊടിച്ച് പാട്ടം പാടാനായിട്ടു കൊന്നു എന്നൊന്നും പറയുന്നു. അപ്പോഴാണ് ലോക സമാധാനം ആഗ്രഹിക്കുന്ന തന്നെയുമല്ല കംസൻ വന്നിരിക്കുന്നത് മോക്ഷം ആഗ്രഹിച്ചിട്ടാണ്. കംസന് മോക്ഷം കൊടുക്കണം എന്ന ആഗ്രഹമുള്ള മറ്റൊരാളുണ്ട്. ലോക വാർത്ത പെട്ടെന്ന് കണ്ടുപിടിക്കുകയാണ്. അതിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഏത് സ്ഥലത്ത് ഓടിച്ചിരുന്നതാണ്. ആരായിരുന്നു? നാരദനോട് കംസന്റെ അടുത്ത് വന്നു. കംസന്റെ അടുത്ത് വന്നിട്ട് എന്താ പറഞ്ഞേ? കംസനെ കൊണ്ട് ഇനി കുറച്ച് ദുഷ്ടപ്രവർത്തികൾ ചെയ്താലേ കംസന് മോക്ഷം കിട്ടുള്ളൂ. കംസന് മോക്ഷം കിട്ടണം. കാലനേമി എന്ന അസുരന്റെ പുനർജന്മമാണ് വന്നിരിക്കുന്നത്. തന്നെ ഭഗവാന്റെ കൈകൊണ്ട് മോക്ഷം കിട്ടണമെന്ന് ആഗ്രഹിച്ചു വന്നതാണ്. ആ ഭഗവാന്റെ കൈകൊണ്ട് മോക്ഷം കൊടുപ്പിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് നാരദനോട് വന്നത്. കംസ, നീ എന്ത് പൊട്ടപ്പണിയാ ചെയ്യുന്നത്? ഇതാരെങ്കിലും ചെയ്യുന്ന കാര്യമാണോ? നിന്റെ ആ സഹോദരിയുടെ 8ാമത്തെ പുത്രൻ നിന്നെ ബാധിക്കും എന്ന് പറഞ്ഞിട്ട് ഉണ്ടായ കുട്ടിയെ ഇവിടെ കൊണ്ടുതന്നു. അത് തന്നെയുള്ള നീ അതിനെ തിരിച്ചു കൊടുത്തു. അതാണ് ഈ 8 എണ്ണവും ഉണ്ടാകും. നീ ഇത് കൊടുത്തു വിട്ടത്. ആ 8 എണ്ണം ഉണ്ടായി കഴിഞ്ഞു. 8 എണ്ണവും അങ്ങനെ വളർന്ന് നിന്റെ അടുക്കൽ ഒരു ദിവസം വഴിവിടാ പൊട്ട ഒരു വട്ടത്തിൽ നിൽക്കുമ്പോൾ 8ാമത്തെ ഏതാ നീ എങ്ങനെ എണ്ണും? അപ്പോഴാണ് കംസന് ജോലി ശരിയാകുന്നത്. ഉടനെ എടുത്തു നേരെ വസുദേവന്റെ കൊട്ടാരത്തിലെത്തി. വസുദേവന്റെ കൊട്ടാരത്തിൽ ചെന്നിട്ട് മുറ്റത്ത് നിന്ന് തന്നെ വിളിച്ചു, വസുദേവനോടെ വസുദേവനുണ്ടോ? വസുദേവൻ ഓടി അളിയിൽ കണക്കൊക്കെ ഓടി നമ്മുടെ അടുത്ത് വന്നില്ലേ? നാളും വിളിക്കോ പോവോ ഒന്നും ചെയ്തിട്ടില്ല. വന്നു സന്തോഷമായി. ദേവകിയോട് വിളിച്ചോ. ദേവകിയെ വിളിച്ചു. ദേവകി വന്നു. ദേവകി കുട്ടിയെ എടുത്ത് അഥവാ കീർത്തിമാനെയും എടുത്തുകൊണ്ട് ദേവകി വളരെ സന്തോഷത്തോടു കൂടിയിട്ട് തന്റെ ആളെ ഇത്രയും നാളും ചെയ്ത കാര്യങ്ങൾ തന്റെ വെറുപ്പൊക്കെ മാറിയിട്ട് സ്നേഹമായല്ലോ എന്നോട് പഴയ സ്നേഹത്തിലായല്ലോ എന്ന് വിചാരിച്ച് കുട്ടിയെ എടുത്ത് അടുത്തു വന്നു. കുറച്ചുകൂടി സന്തോഷം. വീട്ടിൽ പോയി. അതാണ് എല്ലാവരും വീട്ടിൽ പോകുന്നത് തോന്നല്. എന്നിട്ട് എവിടെപ്പോഴും അത് ചോദിച്ചാൽ പറയും, ഞാൻ സ്വന്തം വീട്ടിൽ പോവാം. കല്യാണം കഴിച്ച് 40 വർഷമായാലും ഭർത്താവിന്റെ വീട്ടിൽ താമസിക്കുന്ന സ്ത്രീ ഇപ്പോഴും പറഞ്ഞു എന്റെ സ്വന്തം വീട്ടിലാണ്, എന്റെ സ്വന്തം വീട്ടിൽ പോയി.
ഇപ്പോഴും മനസ്സിവിടെയും കൂറവിടെ. അതുകൊണ്ട് ആ വാക്കുകൾ ഇന്ന് മുതൽ നിർത്തണം. ഞാൻ ചോദിച്ചിട്ടുള്ള പല ആളുകളും ശ്രദ്ധിച്ചു, എവിടെയാണ് ജനിച്ച സ്ഥലമാണ്. ഞാൻ പല ആൾക്കാരും ബോധത്തോടെ ജനിച്ച സ്ഥലമാണ്. ഇപ്പോ 8ാമത്തെ പുത്രൻ ജനിക്കുന്ന കാര്യമാണ് പറയാൻ പോകുന്നത്. 7 കുട്ടികൾ, അതൊക്കെ വൈകുന്നേരം പറയും. എന്താണ് 7ന്റെ തത്വം? അതിന്റെ ഒരു തത്വമാണ്, പടി 6 കടന്ന് അവിടെ ചെല്ലുമ്പോൾ ആരെ കാണും? ശിവൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ചതുപോലെ നമ്മുടെ നാട്ടിൽ പറയില്ല ആ നീലാണ്ടെന്ന്. ആ നീലാണ്ടൊന്നും അല്ല. ശിവന് നീല നിറമല്ല. ശിവന് നല്ല വെളുത്ത അമൃതരസത്തിൽ കുഴച്ചുണ്ടാക്കിയ പളുങ്കുപൊടിയുണ്ട്. ഉണ്ടാക്കിയതുപോലെ വെളുത്ത മനോഹരമാണ് ശിവന്. നമുക്ക് മഹാവിഷ്ണുവാണ് മംഗളത്തെ തരുന്നെന്നിരിക്കട്ടെ, അതും ശിവൻ. അപ്പൊ ശിവൻ എന്ന് പറഞ്ഞാൽ മംഗളം തരുന്നവൻ എന്നർത്ഥം. ശിവന് പര്യായങ്ങളുള്ളതിൽ രുദ്രൻ അത് ഏത് ഭാവത്തിൽ നിന്നപ്പോഴാണ്, ശങ്കരൻ അത് ഏത് ഭാവത്തിലാണ്, ഇതൊക്കെ നമുക്ക് കാണണം, അത് പഠിക്കണം. അതുകൊണ്ട് ഇപ്പൊ പറയുന്നു, അവിടെ നമുക്ക് സർവമംഗളങ്ങളും തരുവാൻ വേണ്ടിയിട്ട് ഭഗവാൻ കാത്തിരിക്കുകയാണ്. അരുളാനന്ദ കൂത്തു കണ്ടാടു പാമ്പേ. ഏത് പാമ്പ്? പാമ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഈ മൂർത്തിയാണ്. സ്ഥലത്തെ സംരക്ഷിച്ചിരുന്ന മലയാളക്കരയുടെ അടിസ്ഥാന ദേവത എന്ന് പറയുന്നത് സർപ്പങ്ങളാണ്. വലിയ വലിയ ഏക്കർ കണക്കിന് ഭൂമി ഉണ്ടായിരുന്നപ്പോൾ 4 മൂലയ്ക്കും സർപ്പത്തെ പ്രതിഷ്ഠിച്ചിരുന്നു. അവിടെ കുറ്റിക്കാടുകളൊക്കെ ഉണ്ടാക്കിയിരുന്നു. ആ കുറ്റിക്കാടുകളിൽ മൺപുറ്റുകൾ ഉണ്ടായിരുന്നു. ആ മൺപുറ്റുകളിൽ മൂർഖനടക്കമുള്ള പാമ്പുകൾ വന്ന് ആ മൂലയ്ക്കിരിക്കും. അതുകൊണ്ട് ട്രസ്പാസേഴ്സ് വിൽ ബി പ്രോസിക്യൂട്ടഡ്. ബോർഡ് വെക്കേണ്ട ആവശ്യമില്ല. പാമ്പുണ്ടറ അവന്റെ പറമ്പിൽ, അതുകൊണ്ട് നീ അപ്പുറത്ത് പോയി തേങ്ങ എടുക്കരുത്, അവിടുന്ന് മോഷ്ടിക്കരുത്, നിന്നെ പിടിക്കും. അത് പാമ്പിന്റെ തലയിൽ മാണിക്യമാണ് ഇരിക്കുന്നത്, പാമ്പിന് കിടക്കുന്നിടത്ത് രത്നമാണ് ഇരിക്കുന്നത്. നീ പാമ്പിന്റെ അടുക്ക പോയാൽ പാമ്പ് നിന്നെ കടിക്കും. കാരണം അതിർത്തിയിൽ ഇരിക്കുക, 4 മൂലയ്ക്ക് ഏക്കർ കണക്കിന് സ്ഥലമുള്ളതിൽ. അതുകൊണ്ട് ഭൂമി സംരക്ഷണത്തിന്റെ ദേവതയായിരുന്നു സർപ്പങ്ങൾ അഥവാ നാഗങ്ങൾ. പാമ്പ് വേറെ, നാഗം വേറെ, സർപ്പം വേറെ. അതൊക്കെ നമുക്ക് പിന്നീട് എന്തെങ്കിലും ക്ലാസ് എടുക്കാം. എന്തുകൊണ്ടാണ് ഈ 6 തലയൊക്കെ വെച്ചിരിക്കുന്നത്? 37 ഇരട്ടി ഇലക്ട്രോ മാഗ്നറ്റിക് പവർ സ്റ്റോർ ചെയ്ത് വെക്കുവാൻ കഴിവുള്ള ശിലാവിഗ്രഹങ്ങളാണ് സർപ്പക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചു വെച്ചിരിക്കുന്നത്. വെറുതെ അതിന്റെ അടുത്തൂടെ പോയാൽ മതി, സ്കിൻ ഡിസീസ് ഉണ്ടെ പോകും. അതുകൊണ്ടാണ് രാഹുർദശ. എന്നിട്ട് നമ്മുടെ അടുക്കൽ വെച്ച് നോക്കിയിട്ട് പറയും സർപ്പത്തിന്റെ ദോഷമുണ്ട്, അതുകൊണ്ടാണ് നിങ്ങളുടെ തൊലിക്ക് ഇങ്ങനെ അസുഖം വന്നത്, ചൊറി വന്നത്, അതുപോലെ തന്നെ അസുഖങ്ങളൊക്കെ വന്നത് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ശിലാവിഗ്രഹത്തിന്റെ അടുത്തൂടെ പോകുമ്പോൾ, സർപ്പവിഗ്രഹത്തിന്റെ സമീപത്തൂടി പോകുമ്പോൾ ആ വിഗ്രഹത്തിനൊരു വലിയ ശക്തിയുണ്ട്. ആ ശക്തിവിശേഷം അഥവാ ഓറ, ആ ഓറയ്ക്കകത്തൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് സൗന്ദര്യം വർദ്ധിക്കും. അതാണ് സർപ്പവിഗ്രഹങ്ങൾ. അതിനാണ് മണ്ണാറശാലയിലോ ആ പാമ്പുമേക്കാടോ ആമയുടെയിലോ ഒക്കെ പോകുന്നതിന്റെ കാര്യം. പൂജയുള്ളത് കൊണ്ടാണ്. ആ പൂജയുള്ള സ്ഥലത്ത് പോയാൽ 100% അതിന്റെ പ്രയോജനമുണ്ട്. ഇഷ്ടമുള്ള വഴിപാട് കഴിച്ചാൽ മതി. നീ ഇപ്രാവശ്യം എൻ്റെ അനിയനായിട്ടല്ലേ ജനിച്ചത്. നീ അടുത്ത എൻ്റെ കൃഷ്ണാവതാര സമയത്ത് അടുത്ത അവതാരത്തിന് നീ എൻ്റെ ജ്യേഷ്ഠനായി അവതരിച്ചുകൊള്ളാൻ. അങ്ങനെ ആദിശേഷ മഹാപ്രഭു ശ്രീലക്ഷ്മണ സ്വാമി. ഞങ്ങളുടെ നാട്ടിലേക്ക് ഇവിടെ ഇരിക്കുന്ന കുറച്ചു പേരെങ്കിലും വന്നിട്ടുണ്ടാവും നാലമ്പല ദർശനത്തിന്. അപ്പൊ കൂടപ്പുലത്തെ ലക്ഷ്മണസ്വാമിയാണ്. കൂടപ്പുലത്തിന്റെ ശക്തി സ്രോതസ് കൂടെ വാഴേണം. ഞാൻ എഴുതിയിട്ട് ഗണേശ് സുന്ദരം പാടി പാട്ടാണ്. ആദിശേഷ മഹാപ്രഭു ശ്രീ ലക്ഷ്മണസ്വാമി. ആദിശേഷനാണ്, അനന്തനാണ്. അനന്തനാണ് ലക്ഷ്മണനായിട്ട് വന്നത്. ആ ലക്ഷ്മണനാണ്, ആ അനന്തനാണ് ഇപ്രാവശ്യം ജ്യേഷ്ഠനായി ജനിക്കാൻ പോകുന്നത്. അത് ദേവകിയുടെ ഗർഭത്തിൽ വന്നു ചേർന്നു 7ാമത്തെ. അപ്പോൾ തന്നെ മഹാവിഷ്ണു വിളിച്ച് പരാശക്തിയോട് പറഞ്ഞു, എത്രയും പെട്ടെന്ന് ഈ കുട്ടിയെ ഇവിടെ നിന്നെടുക്കണം. ഇവിടെ നിന്നെടുത്ത് ഈ കുട്ടിയെ ഇവിടെ നിന്ന് നന്ദഗ്രഹത്തിൽ കൊണ്ടുപോയി അവിടെ വസുദേവരുടെ മറ്റൊരു ഭാര്യ അവിടെ താമസിക്കുന്നുണ്ട്
യശോദാമ്മയുടെ കൂട്ടുകാരിയായി അവിടെ താമസിക്കുകയാണ്. രോഹിണി മാതാവ് അവിടെ ഉണ്ട്. ആ രോഹിണി മാതാവിന്റെ ഗർഭത്തിൽ പരാശക്തി വന്ന് ജനിച്ചു. ഈ പരാശക്തി ചൈതന്യത്തെ അവിടെ നിന്ന് എടുക്കണം. പൂർത്തിയായിട്ടില്ല, അത് അവിടെ നിന്ന് എടുക്കണം. അതിന്റെ പേരെന്താ? സാധാരണ രീതിയിൽ പറഞ്ഞേ, പൂർത്തിയാവാതെ ഗർഭം പുറത്തു വരുന്നതിന്റെ പേരെന്താ? അബോർട്ടായി, അലസിപ്പോയി എന്ന് പറയാ. ആ അലസ്യത് ഇവിടെ വെച്ചു. അവിടെ നിന്ന് അത് പൂർത്തിയാകുന്നതിന് മുമ്പ് 7ാമത്തെ പുത്രനെ അവിടെ നിന്നെടുത്ത് ഇവിടെ കൊണ്ടുപോയി വെച്ചു. അതാണ് പടികൾ 6. പടിയാറും കടന്നവിടെ ചെല്ലുമ്പോ ഈ ഇരിക്കുന്നവരൊക്കെ അങ്ങനെ 6 കൊന്നു നാട്ടോ ഈശ്വരൻ ലയിക്കണമെങ്കിൽ. മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഗതം, വിശുദ്ധി, ആജ്ഞാചക്രമാകുന്ന 6 പടികൾ. ഇപ്പൊ വന്നിരിക്കുന്നതോ ഇവിടെ പച്ചക്കറി മേടിച്ചു വെച്ചു, കൊല കൊണ്ടുവച്ചു, മധുര പലഹാരങ്ങളൊക്കെ കൊണ്ടുവച്ചു. അപ്പോഴും ഭഗവാൻ പറയുന്നത് എന്താണെന്നറിയോ? എളുപ്പമായുള്ള വഴിയെ കാണുമ്പോൾ ഈ പടികൾ കിടക്കണം. ആ പടികളാണ് മൂലാധാരം, സ്വാധിഷ്ഠാനം, അനാഹതം, മണിപൂരകം, വിശുദ്ധി, ആജ്ഞാചക്രമാകുന്ന 6 പടികൾ കിടക്കണം. ആര് കിടക്കണം? നമ്മൾ 6 പടികൾ കിടക്കണം. നമ്മളിപ്പോ എവിടെ ഇരിക്കുന്ന? പരാശക്തിയോടൊപ്പം മൂലാധാരത്തിലിരിക്കുക. അവിടെ നിന്ന് വെറുതെ അങ്ങനെ ഇരുന്നാ പോരാ കേട്ടോ. എന്ത് ചെയ്യണം? അടുപാമ്പേ പൂനം തേടുപാമ്പേ അരുളാനന്ദ കൂത്തുകണ്ടാടുപാമ്പേ. ഇനി കുഴപ്പമില്ല, ഇപ്പൊ എനിക്ക് സമാനം എന്റെ ഒപ്പം പാടിയില്ല. അങ്ങനെ പറയണം നിങ്ങളും കൂടി. അതിനാണ് അവിടെ എഴുതി വച്ചിരിക്കുന്നത്. ഏത് പാമ്പ്? ആ പരാശക്തി ചൈതന്യം ഒരു പാമ്പിന്റെ രൂപത്തില് കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയാത്ത ഒരു ശിവലിംഗത്തിൽ ചുറ്റിയിരിക്കുകയാണ്. 3.5 ചുറ്റായി പരാശക്തി. ആ പരാശക്തിയോടാണ് പറഞ്ഞത് ഇങ്ങനെ ഇരിക്കരുത് കേട്ടാ. പിന്നെ നമുക്കൊക്കെ മനസ്സിലാവണമെങ്കിൽ അതാണല്ലോ, ഒരു രസപ്പെടുത്തുന്ന രീതിയിൽ പറയണല്ലോ. കൊന്നു, തിന്നു, ഇതൊക്കെ പറഞ്ഞാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. കൊന്നു എന്നൊക്കെ പറയണം. ആരെ? കംസനെ കൊന്നു. ഒരു സ്റ്റണ്ട്, ഒരു ഡാൻസ്, നല്ല നോൺ സ്റ്റോപ്പ് ഡയലോഗ് ഒക്കെ ഉണ്ടെങ്കിലാണ് ഒരു സിനിമ ഇഷ്ടപ്പെടുന്നത്. അതുപോലെ ഇതിനകത്ത് കൊന്നു. ആയിക്കോട്ടെ, എന്ത് കൊന്നു? കൊന്നതല്ല, പടികൾ 6 കിടക്കുന്നതാണ്. 6 പടികൾ. സാധാരണ ശ്രീകോവിലുള്ളത് എന്താണ്? ശ്രീകോവിലുള്ളത് പീഠം, വിഗ്രഹം. അതിന് താഴെ ഒരു സംഗതി ഉണ്ട് കേട്ടോ. അതാണ് നപുംസകശില. നപുംസകശില. സ്ത്രീയുമല്ല പുരുഷനുമല്ല. ഇനി ഒന്നുകൂടെ ശ്രദ്ധിച്ചോളുക. അവിടെ ദേവി വിഗ്രഹമാണ് പ്രധാനം. ഇപ്പുറത്തെ ദേവിയാണോ? ആ ദേവി വിഗ്രഹം പ്രതിഷ്ഠിച്ചിരിക്കുന്ന ശില എന്ന് പറയുന്നത് ഭഗവാനെ കാണാൻ എന്തൊരു വഴിയെന്നതു ചിന്തിച്ചപ്പോൾ കൺമുമ്പിൽ വിളങ്ങിയിടുന്നൊരു ഭാഗവതോത്തമ ഭഗവൻ ഗുരുവായൂരപ്പൻ തന്നെ ഉത്തമനാം ഭക്തൻ മല്യോർ പല നാളായി ചൊല്ലിക്കേട്ടത് ഭഗവാനെ നിന്നുടെ നാമം. അതിഥി മാതാവിനോട് പറഞ്ഞിരുന്നു. ആ അതിഥി മാതാവിന്റെ ജനനമാണ് ദേവകി. ദേവകിയിലെ പുത്രനായി വന്നേ പറ്റൂ. മഹാവിഷ്ണു ഇതാ അങ്കുരിച്ചു. അങ്ങ് കിഴക്കു നിന്ന് 1000 സൂര്യൻ ഒരുമിച്ചുദിക്കുന്നത് പോലെ പ്രകാശം കംസൻ അനുഭവപ്പെട്ടു. 1000 സൂര്യൻ ഒരുമിച്ചുദിക്കുന്നത് പോലെ ഫീൽ ചെയ്തു ആർക്ക്? കംസന്. എന്താണ്? കിഴക്ക് കുന്നിന്റെ മുകളിൽ നിന്നാണ്. അതാണ് ഇന്ന് വൈകുന്നേരം പറയാൻ